ഓക്കെ, താങ്ക് യു ഡോക്ടർ ധനേഷ്. താങ്ക് യു ഡോക്ടേഴ്സ് ഇൻ ഇംഗ്ലീഷ് സെഷൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1538 ദിവസം. ഇന്ന് മലയാളം സെഷനിൽ നമുക്ക് ചികിത്സാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ചികിത്സാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ എത്തുന്നത് ഡോക്ടർ PK നമ്പൂതിരി സാറാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറിന്റെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. സാറ് റെഡിയായി തന്നെ ഇരിക്കുകയാണ്. വളരെ വിലപ്പെട്ട ക്ലാസ്സുകളാണ് സാർ എപ്പോഴും എടുക്കാറുള്ളത്. സാറിന് 46 വർഷത്തെ ചികിത്സാ അനുഭവമാണുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും പറഞ്ഞു തരാനുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം സാറിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കും. സാറെ, ക്ലാസ് തുടങ്ങും. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം സാറേ, കേൾക്കാം, കാണാം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഇവിടെ പലപ്പോഴും നെറ്റ് പ്രോബ്ലം നന്നായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് നിന്ന് പോയെങ്കിൽ ഒന്നും പറയരുത് കേട്ടോ. ഒന്നുമില്ല, ഇപ്പൊ എന്തായാലും ഓക്കെയാണ് സാർ. അഡ്വാൻസ് ആയിട്ട് നെറ്റ് അല്പം വീക്ക് ആണെന്ന് കാണിക്കുന്നുണ്ട്, അത് കാര്യമാക്കണ്ട. ശരി, ആയിക്കോട്ടെ. അപ്പൊ ഞാൻ അവിടെ മാത്രമല്ല എല്ലായിടും അങ്ങനെയാണ്. കഴിഞ്ഞ കുറെ ക്ലാസ്സുകളായിട്ട് എല്ലാ ആളുകളും അതല്ലേ എല്ലാ ക്ലാസ്സിലും പറഞ്ഞതുപോലെ തന്നെ ഇന്നും വീണ്ടും കുറച്ച് മെറ്റീരിയാമെഡിക്ക പറഞ്ഞു തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധാരണ രീതിയിൽ മെറ്റീരിയാമെഡിക്കയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ഈ പ്ലാറ്റ്ഫോമിലും വന്ന എല്ലാ ആളുകളെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ പറയട്ടെ. നമ്മള് പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട് ഓരോ മെറ്റീരിയാമെഡിക്കയിലേക്ക് കടക്കുമ്പോൾ. അതിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് വരികയാണ്. നമുക്കറിയാം, ഒരു സത്താവിശേഷം അഥവാ ഒരു ചൈതന്യ അവസ്ഥ ഉണ്ടായി മറയുന്നതാണ് ഈ പ്രപഞ്ചം. അപ്പൊ അക്കാരണത്താൽ നമ്മൾ സ്ഥിതി ചെയ്യുന്നതായ ആ സത്താവിശേഷത്തെ അറിയാൻ അനുഭവിക്കാനും നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ സഞ്ചരിക്കേണ്ടത്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അന്വേഷിച്ചുള്ള യാത്രാപഥ്യെ അനവധി തരത്തിലുള്ള ഗർത്തങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. കാരണം ഞാൻ എൻ്റെ ഇത് പറയും, അങ്ങനെ ആ ഗർത്തങ്ങളിലെല്ലാം തട്ടി നമ്മൾ തകർന്നു പോകാതിരിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ഗുരുവിനെ നമ്മൾ ആശ്രയിക്കേണ്ടി. ആ ഗുരു വഴികാട്ടിയായിട്ട് നമ്മുടെ മുമ്പിലൂടെ പോകുമ്പോൾ മാത്രമേ നമുക്ക് ഏത് പ്രവർത്തനത്തിലേക്ക് എത്താൻ പറ്റും. ഇത് ഗുരു എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരു ഗുരു വേണമെന്ന് നിർബന്ധമില്ല. കാരണം മൺമറഞ്ഞു പോയ അനവധി ഗുരുക്കന്മാരെ നമുക്ക് ഈ ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ചൈതന്യത്തെ നമ്മൾ അന്വേഷിച്ച് പോകുന്ന ചൈതന്യത്തെ, അത് ആധ്യാത്മിക മേഖല ഞാൻ പറഞ്ഞു മാത്രം. അത് തന്നെയാണ് ഹോമിയോപ്പതിയുടെ അവസ്ഥ. ഹോമിയോപ്പതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ പോയിട്ടുള്ള അനവധി ആചാര്യന്മാരുണ്ട്. അതായത് അലൻ, കെന്റ്, ഫാരങ്ടൺ, നാഷ്, ക്ലാർക്ക്, എം.എൻ. ടൈലർ, ബോണിഹസൻ, ബോഗർ, SR പട്ടൻ, കഞ്ചിലാൽ, ഇങ്ങനെ ഒത്തിരി അനവധി ആചാര്യന്മാര് മുമ്പിലുണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോഴും അസമതി ആചാര്യന്മാര് ഇപ്പോഴും അവരിൽ പലരെ ഉണ്ടക്ക് ശേഷം ഇപ്പോഴും തുടർന്ന് വരുന്ന ആചാര്യന്മാര് ധാരാളം ആചാര്യന്മാര് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അവരുടെ ഒന്നും പേരെടുത്ത് പറയാത്ത കാരണം എനിക്ക് അവരൊന്നും അത്ര വലിയ പരിചയമില്ല. ഞാൻ പഴയ ആചാര്യന്മാരുടെ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് കൊണ്ട് എനിക്ക് ഇവരെ ഒന്നും പരിചയമില്ല. ഇവരിൽ ആരെങ്കിലും ഒരാളെ നമ്മൾ ഗുരുവായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവരോട് ഒന്നിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ആളുകളിലും അവരുടേതായ ഒരു പ്രത്യേകത. നമ്മുടെ പ്രിസ്ക്രിപ്ഷനിലേക്ക് എത്തുമ്പോൾ, അല്ലെ മെറ്റീരിയാമെഡിക്ക നമ്മുടെ പ്രിസ്ക്രിപ്ഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഓരോ ഗുരുക്കന്മാർക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. ചില ആളുകൾ തെർമൽ, അതായത് ഹോട്ട് ആൻഡ് കോൾഡ് ആയിരിക്കും നോക്കുക. ചില ആൾക്കാർ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും നോക്കാം. ചില ആൾക്കാർ മയാസമായിരിക്കും നോക്കാം. ചില ആൾക്കാർ മൊഡാലിറ്റി ആയിരിക്കും നോക്കുക. ചില ആൾക്കാർക്ക് മെന്റൽ സിംറ്റംസ് ആയിരിക്കും പ്രാധാന്യം നോക്കുക. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സിംറ്റങ്ങളെ വച്ചിട്ടാണ് നമ്മളുടെ മുമ്പിൽ വരുന്ന പേഷ്യന്റിലേക്ക് ഒരു ഔഷധത്തിലേക്ക് നമ്മൾ എത്തുന്നു. ഈ ആചാര്യന്മാരിലെല്ലാം അവരെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം,
നമുക്ക് അത് നല്ലതായിട്ട് മനസ്സിലാവും. അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ നമ്മൾ ആരായാലും നമ്മളൊരു പ്രാക്ടീസ് രംഗത്തേക്ക് പോകുമ്പോൾ ഒരു ആചാര്യനെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. അവരുടേതായ പ്രത്യേകതകൾ, അവരുടേതായ പ്രശ്നങ്ങൾ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ വളരെ എളുപ്പമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യകാലം മുതൽ ബോണി ഹസന്റെ ഒരു ഫോളോവറാണ്. ബോണി ഹസന്റെ പ്രധാനമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ബുക്ക് എന്ന് പറയുന്നത് തന്നെ എ സിസ്റ്റമാറ്റിക് ആൽഫാറ്റിക് പ്രോപ്പർട്ടി ഓഫ് ദി ഹോമിയോപ്പത്തിക് റെമഡീസ് എന്ന ബുക്കാണ്. സ്വഭാവം ഇന്നും ഞാൻ ആ നെറ്റ് അമേരിക്കയിലെ ഏതാനും ഔഷധങ്ങൾ തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു. അപ്പൊ ഈ ഞാൻ പറയുന്നത് ബോണി ഹസനിലെ ഒരാളുടെ എന്ന നിലയിലാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ ഇന്ന് ശരിക്കും തുടങ്ങുന്നത് പോളികസ്റ്റ് റെമഡിയിലാണ്. പോളികസ്റ്റ് റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റയർ റെമഡിയിലേക്ക് തന്നെ പോകും വീണ്ടും. എന്നാലും പോളികസ്റ്റ് റെമഡി എന്ന് പറയുമ്പോൾ എന്താ എന്ന് വെച്ചാൽ ഇവിടെ അനവധി ക്ലിനിക്കൽ കണ്ടീഷനിലാകുമ്പോൾ നമുക്ക് പോളികസ്റ്റ് റെമഡീസ്, റയർ റെമഡീസ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പറയുമ്പോൾ ചില 1-2 കണ്ടീഷൻസ് മാത്രം. പക്ഷെ പോളികസ്റ്റ് റെമഡി അങ്ങനെയല്ല, അനവധി ക്ലിനിക്കൽ കണ്ടീഷനിൽ പലപ്പോഴും ഉപയോഗിച്ചു വരുന്നതാണ് പോളികസ്റ്റ് റെമഡീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും പഠിക്കേണ്ടത് പോളികസ്റ്റ് റെമഡീസ് ആണ്. ഞാൻ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വസിക്കുക. പോളികസ്റ്റ് റെമഡീസ് നന്നായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധ ബുദ്ധിമുട്ടും ഇല്ല, പ്രാക്ടീസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല, നമ്മുടെ അടുത്ത് വരുന്ന നമുക്ക് കൈകാര്യം ചെയ്ത് പോകാനും പറ്റും. അപ്പോ ഇവിടെ ഞാൻ ഈ പോളികസ്റ്റ് റെമഡീസിലേക്ക് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന രീതികളാണ് ഇവിടെ ഉപയോഗിക്കുക. ഈ പോളികസ്റ്റ് റെമഡീസ് കൊണ്ട് മറ്റ് പല ക്ലിനിക്കൽ കണ്ടീഷനും ചിലപ്പോൾ ഒരുപക്ഷെ എത്താൻ പറ്റിയേക്കുമായിരിക്കും. പക്ഷെ അത് ബാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്, കാരണം ഞാൻ പോകുന്ന വഴി മാത്രമാണ് ഞാൻ പറയാം. എന്നോടൊപ്പം തന്നെ ഇനിയിപ്പോ ഇതിന്റെ പ്രിസ്ക്രിപ്ഷനിലേക്ക് ഞാൻ വരുമ്പോൾ സാധാരണ അതിന്റെ രോഗത്തിന്റെ തീവ്രത ഒരു അനുസരിച്ച് 15 മിനിറ്റ് മുതൽ പിന്നെ ദിവസം 3 തുടർച്ചയായിട്ട് കൊടുക്കുകയാണ് എൻ്റെ ഒരു രീതി. അത് 30ാമത്തെ ആവർത്തനമാണ് സാധാരണ ഞാൻ കേസുകളിൽ ഉപയോഗിക്കുക. അതിനുശേഷം വളരെ അപൂർവമായിട്ടൊക്കെ മാത്രമേ ഞാൻ പൊട്ടൻസികളൊക്കെ മാറാറുള്ളൂ. എന്ന് ഇത് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, ഞാൻ ബെൽഡോണ എന്ന് പറയുന്ന ഔഷധത്തെ കുറിച്ചൊന്ന് പറയാം. എല്ലാവർക്കും അറിയാവുന്ന ഔഷധമാണ്. ആരും ബെൽഡോണ അറിയാത്ത ആൾക്കാർ എന്നെ കേൾക്കുന്നുണ്ടേ എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾക്ക് കാര്യമായിട്ട് ഒന്ന് ചിന്തിക്കാനൊന്നുമില്ല. ബെൽഡോണയെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്ന പ്രയോഗം, പെട്ടെന്ന് നീർക്കെട്ടുണ്ടായി ശരീരത്തിലേക്ക് ഏതെങ്കിലും ഭാഗത്ത് വീക്ക് ആരംഭിക്കുമ്പോൾ, അതായത് ഇൻഫ്ലമേറ്ററി സ്റ്റേജിൽ ഈ ഔഷധം പഴുപ്പിനെ ഇല്ലാതാക്കി അത് പരുക്കളായാലാവട്ടെ, വ്രണങ്ങളാവട്ടെ, ഓവറിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാവട്ടെ, ടോൺസിൽസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാവട്ടെ, ടെസ്റ്റിസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാകട്ടെ, മാമറി ഗ്ലാൻസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാകട്ടെ, നീർക്കെട്ട് ഉണ്ടായിരിക്കുക ആ ഭാഗങ്ങളിൽ ചുവപ്പും ചൂടും ഉണ്ടായി കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ ഔഷധം ഏറ്റവും നല്ലതാണ് ബെൽഡോണ. അപ്പൊ ബെൽഡോണയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് നീർക്കെട്ടുണ്ടായി ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് വീക്ക് ആരംഭിക്കുന്ന ആദ്യ ഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ്. അതോടൊപ്പം തന്നെ ഈ ഔഷധം ഉപയോഗിക്കുന്ന മറ്റൊരു കണ്ടീഷൻസ് മുണ്ടിനീര്, മംസ്, അല്ലെങ്കിൽ ബ്യൂഫോ, കഴലനീക്കം. കഴലനീക്കം എന്ന് പറഞ്ഞാൽ ബ്യൂഫോയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇൻഗുനൽ ഏരിയയിലാണ് ധാരാളമായിട്ട് കാണുന്നത്. അങ്ങനെയുള്ള കേസുകളിലും ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ശിരസിലെ രക്തം കെട്ടി ഉണ്ടാകുന്ന തലവേദന, കഠിനമായ പനിയോടുകൂടി ഗോഷ്ഠി ഉണ്ടാവുക, മെനിഞ്ചൈറ്റിസ് എന്ന രോഗത്തിന്റെ ആരംഭം, ടൈഫോയിഡ് രോഗത്തിന്റെ ആരംഭം എന്നിവയ്ക്കെല്ലാം ആരംഭ സ്റ്റേജിൽ, ഫസ്റ്റ് സ്റ്റേജിൽ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് കാണുമ്പോൾ ബെൽഡോണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പെട്ടെന്ന് തന്നെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ തലയിൽ രക്തം കെട്ടി ശബ്ദം, പ്രകാശം, അനക്കം എന്നിവ കൊണ്ട് വർദ്ധിക്കുന്ന നേരം തലവേദന. അതാണ് നമ്മൾ മൊഡാലിറ്റി മനസ്സിലാക്കേണ്ടത്. തലയിൽ രക്തം കെട്ടി ശബ്ദം, പ്രകാശം, അനക്കം ഇതുകൊണ്ട് വർദ്ധിക്കുന്ന നേരം തലവേദനകൾ. കണ്ണിൽ രക്തം കെട്ടി പെട്ടെന്നുണ്ടാകുന്ന ചുവപ്പും തീരും. കൃഷ്ണമണി കോർണിയയിൽ ഉണ്ടാകുന്ന പഴുപ്പുകള്, ചെവിയിൽ ഇരപ്പോടുകൂടി പറിച്ചു കയറുന്ന നേരം വേദന ഉണ്ടായി വരുന്ന അവസ്ഥകൾ. ടോൺസിൽ ഗ്ലാൻസിനെ ഞാൻ മുമ്പേ പറഞ്ഞു. ടോൺസിൽ ഗ്ലാൻസിന് പ്രത്യേകിച്ച് വലത്തുവശത്ത് ഉണ്ടാകുന്ന ചുവന്ന് വീർത്ത് വേദനയുള്ളതായി വരിക. അടിവയറിൽ ആകപ്പാടെ പഴുപ്പും നീർക്കോളും കൂടി ഉണ്ടായി പെരിട്ടോണൈറ്റിസിന്റെ ആരംഭഘട്ടത്തില്
പ്രസവശേഷം മാതാവിനാവുന്ന പനി, മുലപ്പനി എന്നൊക്കെ അല്ലെ ഈറ്റപ്പനി എന്നൊക്കെ നമ്മൾ സാധാരണ നാട്ടിൽ പറയും. അടിവയർ വീർത്ത് തൊടുന്നതിനാലും അനങ്ങുന്നാലും വേദന വർദ്ധിക്കുകയും തീ പോലെ ചൂടും ഉണ്ടാവുന്ന അവസ്ഥ അടിവയറ്റിലുണ്ടാവുന്ന, പെട്ടെന്ന് ആരംഭിക്കുന്ന കരള് അതായത് ലിവർ പഴുപ്പ്, അതുപോലെ ഡിസെൻട്രി, യൂറിനറി ട്രാക്ട് ഇൻഫ്ലമേഷൻ, മാസ്റ്റൈറ്റിസ് ഇതിന് ആദ്യത്തെ അവസ്ഥ. ഇപ്പൊ വേദനയോട് ഉണ്ടാകുന്ന മെൻസസ്, രാത്രി കിടന്ന ശേഷം തൊണ്ട കുത്തി ഉണ്ടാകുന്ന വരണ്ട ചുമ, എർസിപ്പലസ്, വിസർപ്പം, ചെങ്കരപ്പൻ എന്നിവയ്ക്കെല്ലാം ഇത് ഫലപ്രദമാണ്. ചെങ്കരപ്പനൊക്കെ ഞാൻ ഇതിനു മുമ്പ് എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഈ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഏത് രോഗത്തിന് പെട്ടെന്ന് നീർക്കെട്ടുണ്ടായി ശരീരത്തിലേക്ക് ഏതെങ്കിലും ഭാഗത്ത് വീക്കം ആരംഭിക്കുന്ന ഇൻഫ്ലമേറ്ററി സ്റ്റേജിന്റെ ഫസ്റ്റ് സ്റ്റേജില് ബെൽഡോണ നമുക്ക് ഫലപ്രദമാണ്. അനക്കം, പ്രകാശം, പിന്നെ ശബ്ദം എന്നിവ കൊണ്ട് ഇത് വർദ്ധിക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കും. എർസിപ്പലസ് ആയിട്ടും ടോൺസിലൈറ്റിസ് ഗ്ലാൻസിന്റെ ആയാലും ബ്യൂഫ ആയാലും മംസ് ആയാലും ഒക്കെ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ബെൽഡോണ ഉപയോഗിക്കാം. പിന്നെ വേറൊരു അവസ്ഥ എന്ന് പറയുന്നത് ദിവസേന ഉച്ച കഴിഞ്ഞ് വർദ്ധിക്കുന്നതും നീണ്ടു കിടക്കുന്നതുമായ കുട്ടികൾ കാണുന്ന ഒരുതരം പനി ദിവസേന വർദ്ധിക്കും. രാവിലെ കുറച്ച് കുറവായിരിക്കും, ഉച്ച കഴിഞ്ഞ് വർദ്ധിക്കും. പക്ഷെ ടൈഫോയിഡ് അല്ല, ടൈഫോയിഡിലേക്ക് നമ്മൾ നോക്കേ വേണ്ട. ഉച്ച കഴിഞ്ഞ് കുറച്ച് പനി കൂടുതലാണെന്ന് പറഞ്ഞു വരും രാവിലെ. അങ്ങനെ നീണ്ടു കിടക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന പനിക്ക് ബെൽഡോണ പരഹരമാണ്. പിന്നെ എർസിപ്പലസിലെ നീരുള്ള ഭാഗത്ത് ചൂട്, ചുവപ്പ്, മിനുസം എന്നിവ കണ്ട, അതായത് ചൂടും ചുവപ്പ്. എർസിപ്പലസ് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഞാൻ വിശദീകരണത്തിലേക്ക് ഞാൻ വീണ്ടും പോകുന്നില്ല. കാരണം എർസിപ്പലസിലെ ചൂട്, ചുവപ്പ്, ആ ഭാഗത്ത് നീർക്കോള് ഇവ കാണുമ്പോൾ നമുക്ക് ബെൽഡോണ പരഹരമാണ്. വിരയുടെ ഉപദ്രവം കൊണ്ട് കുട്ടികളിൽ വൈകുന്നേരം വർദ്ധിക്കുന്നതും നീണ്ടു കിടക്കുന്നതുമായ പനി വന്നാൽ അപ്പോഴും ബെൽഡോണ നമുക്ക്. പിന്നെ മുഖവേദന, ഫേസ് ഏക്ക് അല്ലെങ്കിൽ തലവേദന, കുട്ടികളിൽ മുഖം ചുവപ്പോട് കൂടി തലയിൽ രക്തം കയറി ഗോഷ്ഠി പോലെ ഉണ്ടാവും, അല്ലെ കൺവൽഷൻസ് ഉണ്ടാവുക, ഇവയെല്ലാം കാണുമ്പോഴും നമുക്ക് ബെൽഡോണ ഫലപ്രദം. കാരണം ബെൽഡോണ ഉപയോഗിക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അതിന്റെ പൊട്ടൻസിക്കും നല്ല പ്രാധാന്യമുണ്ട്. കാരണം തെറപ്പിയിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ കൺവെൻഷൻസിലൊക്കെ ചിലപ്പോൾ അഗ്രിവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ തെറപ്പി ആണെങ്കിൽ നമുക്ക് സേഫ്റ്റി ആയിട്ട് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഔഷധം തന്നെയാണ്. അതുകൊണ്ട് മിക്കവാറൊക്കെ സേഫ്റ്റി ആയിട്ട് നമ്മൾ തെറപ്പിയിലേക്ക് തന്നെ വന്നു. പിന്നെയുള്ളത് സൂര്യമൂർച്ച, സൂര്യാഘാതം. ചിലപ്പോൾ നമുക്കിപ്പം മുമ്പൊക്കെ ഇതൊന്നും അത്ര വലിയ പ്രാധാന്യം. ഇപ്പൊ സൂര്യന്റെ പ്രകാശം തട്ടിയിട്ട് നമുക്ക് വിഷമങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ആയിട്ട് നമ്മളെ അടുക്കൽ ആൾക്കാർ വിടാറുണ്ട്. അങ്ങനെ വരുന്ന കണ്ടീഷൻസിലും ബെൽഡോണ ഫലപ്രദമാണ്. പിന്നെ നട്ടലിൽ ലംബാകും, നട്ടലിൽ വേദന ഉണ്ടായി ശക്തിയായ പനി, പൊള്ളുന്ന തരം ചൂട്, തൊണ്ടയിൽ കഫക്കെട്ട് എന്നീ ലക്ഷണങ്ങളോടുകൂടി കുട്ടികൾ വരുന്ന അവസ്ഥ. അതായത് തൊണ്ടയിൽ കഫക്കെട്ട്, ശക്തിയായ പനി, പൊള്ളുന്ന തരം ചൂട്, അതായത് മുമ്പേ പറഞ്ഞ പോലെ ആവി അടിക്കണം. ചൂടെന്നതിന് പ്രത്യേകം നമ്മൾ പറയും. വേർക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരം പുറത്ത് പുതയ്ക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ഇങ്ങോട്ട് മാറുമ്പോൾ പറ്റിയ ആവി അടിക്കുന്ന അവസ്ഥ വരികയാണെങ്കിൽ അങ്ങനെയായിട്ട് നീണ്ടു കിടക്കുന്ന പനികളൊക്കെ തന്നെ ബെൽഡോണയുടെ പരിധിയിൽ വരുന്നു. പിന്നെയുള്ള ഗാൾ ബ്ലാഡർ സ്റ്റോൺ. ഗാൾ ബ്ലാഡർ സ്റ്റോണിന് നമുക്കറിയാം വേറെ പല മെഡിസിൻസ് ഉണ്ടെങ്കിൽ പോലും ഗാൾ ബ്ലാഡർ സ്റ്റോണിൽ നമുക്ക് ഉപയോഗിക്കാം. പെട്ടെന്ന് ഉണ്ടായി പെട്ടെന്ന് അവസാനിക്കുന്നവരെ, പെട്ടെന്നുണ്ടായി പെട്ടെന്ന് അവസാനിക്കുന്നതിന് ആ മൊഡാലിറ്റി വെച്ച് തന്നെ ഗാൾ ബ്ലാഡർ സ്റ്റോണിന് നമുക്ക് ഈ മെഡിസിൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ ഡിസെൻട്രിയെ സംബന്ധിച്ച് നമ്മൾ പോകുമ്പോൾ ഡിസെൻട്രിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മലദ്വാരം പുറത്തേക്ക് ചാടിയിട്ട് വിടർന്ന് വീർത്ത് കഠിന വേദന ഉള്ളതായി മാറുക എന്ന് ബെൽഡോണയുടെ. അപ്പൊ ഡിസെൻട്രി കേസിൽ എപ്പോഴും എല്ലാ ഡിസെൻട്രി കേസിലും അല്ല നമ്മൾ മലദ്വാരം പുറത്തേക്ക് ചാടി വീർത്ത് വേദന ഉണ്ടായി പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഉള്ളിലേക്ക് വീണ്ടും കയറി പോകാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന അവസ്ഥ വരുമ്പോൾ അവിടെ ബെൽഡോണ ഫലപ്രദമാണ്. പിന്നെയുള്ളത് കുട്ടികളിൽ തന്നെ പച്ച നിറത്തില് രക്തം കലർന്ന് മലം പോകുന്ന ഒരു അവസ്ഥ പെട്ടെന്ന് വരാറുണ്ട്. അങ്ങനെ വരുന്ന അവസ്ഥയിലും ഈ ബെൽഡോണ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. പിന്നെ പെട്ടെന്നുണ്ടാകുന്ന അക്യൂട്ട് സിസ്റ്റൈറ്റിസ്, പെട്ടെന്ന് ഉണ്ടാകുന്ന സിസ്റ്റൈറ്റിസ്, അക്യൂട്ട് സിസ്റ്റൈറ്റിസ് അതായത് മൂത്രാശയത്തിലെ വീക്കം ഉണ്ടാകുന്ന അവസ്ഥ, ഗോൾ ബ്ലാഡറിൽ വീക്കം ഉണ്ടാകുന്ന അവസ്ഥ, ഇതെല്ലാം വരുമ്പോഴും ബെൽഡോണയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്.
പിന്നെ ചുറ്റുപാടേക്കും ചുവന്ന രേഖകളോടുകൂടി കഴുത്തിന് ചുറ്റും ഉണ്ടാകുന്ന അരിമ്പാർ, അത് വാട്സ്. അതായത് ചുറ്റുപാടേക്കും ചുവന്ന രേഖകളോടുകൂടി കഴുത്തിന് ചുറ്റും ഉണ്ടാകുന്ന വാട്സിന് ബെൽഡോണ ഫലപ്രദം. പിന്നെ ഇടത്തെ കക്ഷത്തിലുള്ള കടലവീക്കം. കടലവീക്കം എന്ന് പറയുമ്പോൾ ബ്യൂഫോ എന്ന് നമുക്ക് പറയാം. കടല എന്ന് പറയുന്നത് പലപ്പോഴും ഗ്ലാൻസ് എല്ലാവർക്കും ചെയ്ത് ഇങ്ങനെ മുഴച്ചിരിക്കുന്ന അവസ്ഥയാണ് കടലവീക്കം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇടത്തെ കക്ഷത്തിലുള്ള പ്രത്യേകം ഫലകരമാണ്. പിന്നെ കുട്ടികളിൽ ഉറങ്ങുമ്പോഴും മൂളിക്കൊണ്ടിക്കൊണ്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതും നമ്മുടെ ശരീരത്തിനകം തുളയ്ക്കുള്ള തോന്നൽ ഉണ്ടാകുമ്പോഴും ബെൽഡോണയെ കുറ്റം. പിന്നെ ഉള്ളത് വലത്തെ എല്ലിക്ക് അരക്കെട്ടില് ശക്തിയായ വേദനയും ആ ഭാഗം വെച്ച് കിടക്കാനോ എഴുന്നേൽക്കാനോ പ്രയാസവുമായിട്ട് വരുന്ന അവസ്ഥയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ബെൽഡോണയിലേക്ക് പോകുമ്പോൾ അക്യൂട്ട് കണ്ടീഷൻസിൽ ഉള്ള എല്ലാവിധ നീർക്കെട്ട്, ഈ വലത്തെ എല്ലിക്കുള്ള ശക്തിയായ വേദനയൊക്കെ നീർക്കെട്ട് കൊണ്ട് തന്നെ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള എല്ലാ കണ്ടീഷനിലും അക്യൂട്ട് കണ്ടീഷനിൽ നമുക്ക് ബെൽഡോണ നല്ല ഫലപ്രദമായ ഒരു ഔഷധമാണ്. ഈ പോളിക്കസ് റെമഡിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഔഷധം തന്നെയാണ് ബെൽഡോണ. അടുത്ത് നമ്മൾ വിചാരിക്കുന്ന ബ്രയോണിയയിലേക്കാണ്. ബ്രയോണിയ എന്ന് പറയുമ്പോൾ ടൈഫോയിഡ് മുതലായ നീണ്ടു കിടക്കുന്ന രോഗങ്ങളിലെ അസഹ്യത, മന്ദം, മയക്കം, അനങ്ങുമ്പോൾ വേദന വർദ്ധിക്കുക, തൻ്റെ ജോലിക്കാര്യത്തെ കുറിച്ചും വീട്ടിൽ പോകണമെന്നും അബോധാവസ്ഥയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ബലബന്ധം, ദാഹമുണ്ടായി ഓരോ പ്രാവശ്യവും ധാരാളമായി വെള്ളം കുടിക്കുക, റുമാറ്റിക് ഫീവർ, ഹെഡേക്ക് എന്നിവയിൽ അനങ്ങുന്നതിനാലും കൺകോളം അനക്കുന്നതിനാലും വേദന വർദ്ധിക്കുക, ഇതെല്ലാം ഈ ബ്രയോണിയ പേഷ്യൻസിനെ നമുക്ക് തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ. അപ്പൊ ബ്രയോണിയ പേഷ്യൻസിലേക്ക് ഞാൻ പറയേണ്ട കാര്യമില്ല, കാരണം ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന ലക്ഷണങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ട് ആവർത്തിക്ക് പറയുന്നില്ല. നമ്മളൊന്ന് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി മാത്രം ഞാനത് പറയുന്നു മതി. അതുപോലെ ബ്രയോണിയ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് മീസൽസിൽ അഥവാ സ്കാർലറ്റ് ഫീവർ മുതലായവയില് കുരുപ്പുകൾ പുറത്തേക്ക് വരാതെ നിൽക്കുക. കുരുപ്പ് ആവശ്യത്തിന് വരുന്നില്ല, അല്ലെങ്കിൽ വരാതെ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അത് നമുക്കറിയാം. അതിൻ്റെയൊക്കെ ഓരോ സ്റ്റേജിലനുസരിച്ച് അത് വരേണ്ടതാണ്, പക്ഷെ വന്നില്ല. ആ അവസ്ഥയ്ക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു ഔഷധമാണ് ബ്രയോണി. പിന്നെ ഇത്തരം കേസുകളിൽ കുരുപ്പുകൾ ഉള്ളിലേക്ക് വലിയും. ചിലപ്പോൾ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് വലിയും. ചില ആളുകളിൽ ന്യൂമോണിയ, പ്ലൂറസി, മെനിഞ്ചൈറ്റിസ് മുതലായ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഔഷധം പ്രയോജനം. അപ്പൊ ഒന്ന് വരാതിരിക്കുന്നതിന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. വന്നതിന് ശേഷം അത് ഉള്ളിലേക്ക് വലിഞ്ഞാൽ അതിന് നിന്ന് മറ്റു രോഗങ്ങളിലേക്ക് പോകും. അതായത് മെനിഞ്ചൈറ്റിസോ പ്ലൂറസിയോ പിന്നെ ന്യൂമോണിയയോ ഒക്കെ വന്ന് മാറുന്ന അവസ്ഥ വരികയാണ്. അപ്പോഴും ബ്രയോണിയ നമ്മുടെ മനസ്സിലോട്ട് വരണം. അതോടൊപ്പം തന്നെ പ്ലൂറസിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്ലൂറസിക്ക് ഏറ്റവും നല്ല ഔഷധം ബ്രയോണിയ തന്നെയാണ്. ബ്രയോണിയ നല്ല ഫലം കിട്ടുന്ന ഒരു ഔഷധം തന്നെ പ്ലൂറസി എന്ന് പറയുന്നത്. അതിനകത്തുള്ള ഇൻഫ്ലമേഷൻസിനും അതിൻ്റെ ഫ്ലൂയിഡ്സിന്റെ പിന്നെ സപ്രഷനും അല്ല മാറ്റുന്നതിനും ഒക്കെ തന്നെ ബ്രയോണിയക്ക് നല്ല പ്രയോജനം കിട്ടും. പിന്നെ ന്യൂമോണിയ, ഫ്ലൂറസി, ബ്രോങ്കൈറ്റിസ്, ലാരഞ്ചൈറ്റിസ് എന്നിവയ്ക്ക് ബ്രയോണിയ ഉപയോഗിക്കാം. അങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അതായത് സെക്കൻഡറി സ്റ്റേജ് ഓഫ് മ്യൂക്കസ് മെംബ്രെയിനിന്റെ ഇൻഫ്ലമേറ്ററി കണ്ടീഷനിലും എക്സുഡേഷൻ ഉണ്ടാവുന്ന കണ്ടീഷൻസും എവിടെ കണ്ടാലും ഈ കണ്ടീഷനിൽ നമ്മൾ ബ്രയോണിയയെ ചിന്തിക്കണം. പ്രത്യേകിച്ചും ബ്രയോണിയയുടെ മെഡാലിറ്റി കൂടി ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ ന്യൂമോണിയയ്ക്ക് ആരംഭത്തിൽ ഉണ്ടാകുന്ന കഠിന പനി, സ്വസ്ഥതയില്ലായ്മ മുതലായവ നമ്മൾ ആദ്യം, അതായത് ന്യൂമോണിയ ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമോണിയ ഒക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്ന അക്വണേറ്റ്, വെറൈറ്റും, വൈറൈഡ് മുതലായ ഔഷധം അതൊക്കെ കൊടുക്കാൻ ചില ചെറിയ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അത് കൊടുത്തതിന് ശേഷം അതങ്ങോട്ട് മാറാതെ വീണ്ടും അത് ന്യൂമോണിയയിലേക്ക് കയറിപ്പോകുന്നു എന്നൊരു തോന്നൽ വരികയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിലാണ് ബ്രയോണിയ പ്രയാസം. അപ്പൊ ആദ്യം നമ്മൾ വരുമ്പോ അവസ്ഥയിൽ അക്വണേറ്റും വെറൈറ്റും വൈറൈഡും കൊടുത്തതിന് ശേഷം പിന്നാലെ ബ്രയോണിയ കൊടുക്കുക. അതായത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട സീറസ് ഇൻഫ്ലമേഷൻസ് ഉള്ള, അതായത് മ്യൂക്കസ് മെംബ്രെയിനിലെ സീറസ് ഇൻഫ്ലമേഷൻ വരുന്ന കണ്ടീഷനിലാണ് ബ്രയോണിയ ഫലപ്രദമായി. പിന്നെയുള്ളത് കുത്തിപ്പറിക്കുന്ന പോലെ
ബ്രയോണിയയുടെ സാധാരണ ഒരു സിംറ്റം തന്നെയാണ് കുത്തിപ്പറിക്കുന്ന പോലെയുള്ള വേദനയും അനങ്ങുമ്പോൾ വർദ്ധിക്കുകയും വേദനയുള്ള വശം പറ്റി കിടന്നാൽ ആശ്വാസവും എന്ന് പറയുന്നത് ബ്രയോണിയക്കുള്ളത്. അങ്ങനെ ഏത് കണ്ടീഷനിൽ എവിടെ വെച്ച് കണ്ടാലും നമുക്ക് ബ്രയോണിയയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അതായത് കുത്തിപ്പറിക്കുന്ന പോലെ വേദന, അനങ്ങുമ്പോൾ വേദന വർദ്ധിക്കുക, വേദനയുള്ള വശം വെച്ച് കിടന്നാൽ ആശ്വാസം. ഇത് പ്രധാന ലക്ഷണങ്ങളായതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ മറ്റേത് കണ്ടീഷനിലോട് കൂടിയും ഈ ലക്ഷണങ്ങൾ കയറി വന്നാൽ നമുക്ക് തീർച്ചയായും ബ്രയോണിയ ചിന്തിക്കണം. ഈ ഔഷധത്തിന് ശ്വാസകോശത്തിന്റെ വലതുവശത്ത് അതായത് ശ്വാസകോശത്തിന്റെ വലത്തുവശത്താണ് ബ്രയോണിയ കൂടുതലായിട്ട്. അതായത് നമ്മൾ ഓസ്കൾട്ടേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇടത്ത് വശം വലത്ത് സൈഡും ഒക്കെ നമുക്ക് ആ ഇതിന്റെ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വലത്ത് സൈഡിലാണ് രോഗം ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ബ്രയോണിയ ഫലപ്രദമാണ്. പിന്നെ ന്യൂമോണിയ ബാധിക്കുന്നത് സാധാരണയായി കണ്ടുവരുന്ന ന്യൂമോണിയയ്ക്ക് ബ്രയോണിയയുടെ പിന്നാലെ നമ്മൾ കൊടുക്കാവുന്ന ഒരു ഔഷധം ഫോസ്ഫറസ് ആണ്. പല ആൾക്കാരും വളരെ പേടിയാണ് ഫോസ്ഫറസ് കൊടുക്കാൻ എന്നൊക്കെ പറയാറുണ്ട്. ബ്രയോണിയ കൊടുത്തതിന് ശേഷം അതിന്റെ പിന്നാലെ തെറപ്പി കൊടുക്കാം. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ഫോസ്ഫറസ് തെറപ്പി ഞാനൊക്കെ കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രോപ്പ് ഡ്രോപ്പിൽ കിടക്കുക, അതൊരു 12 ഡോസായിട്ട് തിരിച്ചു കൊടുക്കുക. അതാണ് ഞാൻ കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഒരു ഡ്രോപ്പ് ഞാൻ അത് വളരെ കുറച്ചേ കൊടുക്കുള്ളൂ. ഒരു ഡ്രോപ്പ് വീണ്ടും പ്ലസിങ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. പക്ഷെ ഫോസ്ഫറസ് അല്ലാതെ കൊടുക്കാറില്ല. അതുകൊണ്ട് പക്ഷെ ബ്രയോണിയയുടെ ശേഷം നമുക്ക് ലങ്സിൽ കംപ്ലൈന്റ് വരുമ്പോൾ ഫോസ്ഫറസ് കൊടുത്താൽ പണി കിട്ടുമെന്നൊക്കെ പല ആൾക്കാരും പറയാം. ഒന്നുമില്ല, പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഞാൻ ബ്രയോണിയയ്ക്ക് ശേഷം ധാരാളം മിക്സുകൾ ഫോസ്ഫറസ് ഉപയോഗിച്ചിട്ടുണ്ട്. സംശയങ്ങളൊന്നുമില്ല, കുറയാതില്ല. പിന്നെ നാവിൽ വെള്ളപ്പൂപ്പ്, വായുണക്കം, അടിവയറ്റിൽ തൊട്ടാൽ വേദന, വായിൽ കയ്പ്, ഓക്കാനം, ഛർദി എന്നീ ലക്ഷണങ്ങളോടുകൂടി ചുമക്ക് സംബന്ധമായ രോഗങ്ങൾ വരുമ്പോൾ വായിൽ വെള്ളപ്പൂപ്പ്, വായുണക്കം, അടിവയറ്റിൽ തൊട്ടാൽ വേദന, വായില് കയ്പ്, ഓക്കാനം, ഛർദി എന്നീ ലക്ഷണങ്ങളോടുകൂടി ചുമക്ക് സംബന്ധമായ വേദനകൾക്ക്, അതുപോലെ അപ്പൻഡിസൈറ്റിസ് രോഗത്തിന്റെ ആരംഭത്തില് പൊക്കിളിന്റെ വലത്തുവശത്ത് അനങ്ങുമ്പോൾ വർദ്ധിക്കുന്ന വേദന. ഈ അവസ്ഥയിലൊക്കെ തന്നെ ഈ നമ്മൾ ബ്രയോണിയയെ കുറിച്ച് ചിന്തിക്കണം. അപ്പൊ അപ്പൻഡിസൈറ്റിസ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നു. പിന്നെ ബ്രയോണിയയുടെ മലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് മലത്തിന്റെ ഒന്നും പ്രത്യേകതകൾ കിട്ടുന്നില്ല. കാരണം ഇതെല്ലാം ക്ലോസറ്റിൽ പോയി കഴിഞ്ഞാൽ ആരും പറയുന്നില്ല. പക്ഷെ പണ്ടൊക്കെ കിട്ടുന്ന ഒരു അവസ്ഥ പറയാന്ന് വെച്ചാൽ വരണ്ട് കട്ടിയുള്ള മലം തൊലികൾ കരിഞ്ഞതുപോലെ ഉള്ള അവസ്ഥയിലാണ് നമ്മൾ ഇത് കാണാറുള്ളത്. ഇപ്പൊ അതൊന്നും അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അങ്ങനെയൊന്നും ആൾക്കാർക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാറുമില്ല, ഞാൻ ചോദിക്കാറുമില്ല ഇപ്പൊ അങ്ങനെയുള്ള കേസുകൾ. പക്ഷെ ഇത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു, അതൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. പിന്നെ മഞ്ഞ നിറത്തിൽ പിത്തരസത്തും ബൈല് കലർന്ന് ചീഞ്ഞ പാൽക്കട്ടി പോലെ ദുർഗന്ധത്തോടുകൂടിയ അതിസാരം ഉണ്ടാവുക. ബ്രയോണിയയുടെ അതിസാരം ചീഞ്ഞ പാൽക്കട്ടി പോലെ ദുർഗന്ധത്തോട് അതിസരിക്കുക എന്നുള്ളതാണ് ബ്രയോണിയയുടെ സിംപ്റ്റം. പിന്നെ മെൻസസിന് പകരം മൂക്കിൽ നിന്ന് രക്തം പോകുന്ന അവസ്ഥ, അങ്ങനെ നമ്മൾ പറയാറുണ്ട് വികാരിയസ് മെൻസ്ട്രേഷൻ സാധാരണ ബാധിക്കാറുണ്ട്. പക്ഷെ സാധാരണ രീതിയിൽ ഇത് സംഭവിക്കുന്നത് പൾസാറ്റില ഹമാമിലിസ് ഒക്കെയാണ്, ഇനി മെഡിസിൻ വരില്ല. പക്ഷെ ഈ ബ്രയോണിയയും നമുക്ക് ഈ കണ്ടീഷൻ ഉപയോഗിക്കാൻ പറ്റും. അതായത് പൾസാറ്റില ഹമാമിലിസിനോടൊപ്പം ബ്രയോണിയായി ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാന മെഡിസിൻ ബ്രയോണിയ അല്ല, പൾസാറ്റിലയും ഹമാമിലിസും ഒക്കെ. പിന്നെ പ്രസവശേഷം ഉണ്ടാകുന്ന മാസ്റ്റൈറ്റിസ്, എല്ലാ ആളുകളിലും ചെറിയ രീതിയിലൊക്കെ മാസ്റ്റൈറ്റിസ് ഉണ്ടാവാറുണ്ട്. ഈ അവസ്ഥയിൽ ആരംഭ സ്റ്റേജിൽ തന്നെ ബ്രയോണിയ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മാറിപ്പോകുന്നതായിട്ട് കാണാം. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആദ്യം ചില ആളുകൾ പ്രസവിച്ച ശേഷം കുറേശ്ശെ പനി ഉണ്ടാവാറുണ്ട്. ഞാൻ കൊറോണ പറഞ്ഞതാണ്, ഈറ്റൽ പനി എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. അത് നമുക്ക് ബെൽഡോണയുടെ പരിധി വരും. പക്ഷേ ബ്രയോണിയയുടെ പരിധി വരും. ബെൽഡോണയും ബ്രയോണിയയും ഒക്കെ അത് നമുക്ക് ഉപയോഗിക്കാവുന്ന കോമൺ മെഡിസിൻ തന്നെയാണ്. ഈ കോമൺ മെഡിസിൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. ഈ ഔഷധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം
റുമാറ്റിസം ആണ്. ഈ ബ്രയോണിയ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാന ഉപയോഗം റുമാറ്റിസത്തിലാണ്. റുമാറ്റിസത്തില് കാലപ്പഴക്കം ചെന്നതും അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായതുമായ റുമാറ്റിക് കംപ്ലൈൻസുകളിന് ബ്രയോണിയ ഫലപ്രദം. അല്ല, അനങ്ങുമ്പോൾ അത് 3 കണ്ടീഷൻസ് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടുള്ളൂ. അനങ്ങുമ്പോൾ വേദന വർദ്ധിക്കുക, മൂടി പുതച്ചിരിക്കുന്നത് സുഖമായിട്ട് തോന്നുക, അല്ലെങ്കിൽ ആ ഭാഗം മൂടി പുതയ്ക്കുന്നത് സുഖമായിട്ട് തോന്നുക, ധാരാളമായി പുളിമണത്തിലുള്ള കൊഴുത്ത വിയർപ്പ് ആ ഭാഗങ്ങളിൽ ഉണ്ടാവുക, അല്ലെ ശരീരത്തിൽ ഉണ്ടാവുക. ഈ 3 ലക്ഷണങ്ങൾ കണ്ടാൽ മറ്റ് കംപ്ലൈന്റിന് പഴകിയതായാലും പിന്നെ കുറച്ച് കാലപ്പഴക്കം ചെന്നതോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായതായാലും നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഈ 3 സിംറ്റംസിനെ നമ്മൾ ബേസ് ചെയ്തിട്ടാണ് ന്യൂമോണിയയുടെ മറ്റ് കംപ്ലൈൻറ്റ്സ്. പിന്നെ ജോയിന്റുകൾ, പ്രത്യേകിച്ച് ജോയിന്റുകളിലെ വേദനയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, ജോയിന്റുകൾ വലിയ ജോയിന്റുകൾ ഉള്ള നീർക്കെട്ടുകളാണ് ന്യൂമോണിയയുടെ പരിധി വരുന്നത്. ചെറിയ ജോയിന്റുകളിലേക്ക് നമ്മൾ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് കോളോഫൈലം, പൾസാറ്റില മുതലായ മത്സ്യമാണ്. പക്ഷെ ഈ വലിയ ജോയിന്റുകൾ ചുവന്ന് വീങ്ങി ചൂടുള്ളതായി അയവില്ലാതെ കുത്തിപ്പറിക്കുന്ന പോലെയുള്ള വേദനയുമായി നടക്കുവാനോ അനങ്ങുവാനോ പറ്റാതെ ഇരിക്കുന്ന ഒരവസ്ഥ. വലിയ ജോയിന്റുകൾ ചുവന്ന് വീങ്ങി ചൂടുള്ളതായി അയവില്ലാതെ കുത്തിപ്പറിക്കുന്ന വേദനയുള്ളതായിട്ട് നടക്കുവാനോ അനങ്ങുവാനോ പാടില്ലാതിരിക്കുകയാണ്. ആ അവസ്ഥ ബ്രയോണിയയുടെ പരിധി. അപ്പൊ ബ്രയോണിയ ഉടനെ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ കഴുത്തിന് ചുറ്റും ഉള്ള മാംസപേശി, കഴുത്തിന് ചുറമേയുള്ള മാംസപേശികൾ അനങ്ങുമ്പോൾ വർദ്ധിക്കുന്ന തരം നമ്മൾ സാധാരണ പറയുന്നത് ഇടറുക എന്നാണ് പറയുന്നത്. ഇടറി ഇതാണ് പറയുന്നത്. കൈ ഇങ്ങനെ വരുന്ന സ്റ്റിഫ്നെസ്, അത്ര സ്റ്റിഫ്നെസ് പറയാൻ പറ്റില്ല, ഇടറിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷനിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്ന് ബ്രയോണിയ തന്നെ. കാരണം നല്ല ഒരു ഔഷധമാണ്. പിന്നെ വേറൊരു കണ്ടീഷൻസ് ഹൃദയത്തിന്റെ അകത്തെയും പുറമേയുള്ള പെരിക്കാർഡിയം, എൻഡോകാർഡിയം, അതിന് രണ്ടിനും ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന അവസ്ഥ. അത് സാധാരണ രീതിയിൽ റുമാറ്റിക് കംപ്ലൈന്റിന്റെ പരിധി തന്നെ വരുന്നതാണ് പെരിക്കാർഡൈറ്റിസ് ഓർ എൻഡോകാർഡൈറ്റിസ്. ഈ അവസ്ഥയിലും നമുക്ക് ബ്രയോണിയ നമുക്ക് ചിന്തിക്കാം. പിന്നെയുള്ളത് ലംബാഗോ. ലംബാഗോ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം അറിയാം, നമ്മൾ നടുവിന് വേദന, അനങ്ങുമ്പോൾ വർദ്ധിക്കുക എന്നുള്ളതാണ് ലംബാഗോ. അങ്ങനെയുള്ള ലംബാഗോ ശരിക്കും പറഞ്ഞാൽ മറ്റ് പതോളജിക്കൽ കണ്ടീഷൻസ് ഒന്നും അവിടെ ഇല്ലാതെ ഉണ്ടാകുന്ന ലംബാഗോ ശരിക്കും ബ്രയോണിയയുടെ പരിധിയിൽ വരും. ഹെപ്പറ്റൈറ്റിസിന് നല്ലൊരു ഔഷധമാണ് ഹെപ്പറ്റൈറ്റിസ് ഇൻഫ്ലമേഷൻ, വിശപ്പില്ലായ്മ. അതിന് ഹെപ്പറ്റൈറ്റിസിന്റെ സിംറ്റംസ് എല്ലാം വരുന്നതോടുകൂടി തന്നെ ആ വേദനകളും ഒക്കെ വരികയാണ്. കരൾ വീക്കം എന്ന് പറയുന്ന കണ്ടീഷൻസും ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് നമ്മൾ ബ്രയോണിയയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ രോഗമുണ്ടാകുന്ന ഭാഗങ്ങളിൽ ഭാരവും അനങ്ങുമ്പോൾ വേദനയും തീന്റെ ചൂട് കൊണ്ടും ശീതകാലം മാറി ഉഷ്ണകാലം ആരംഭിക്കുമ്പോഴും ഉണ്ടാകുന്ന രോഗങ്ങളും ഈ ഔഷധത്തിന്റെ പരിധി വരുന്ന. ശരിക്കും രോഗമുണ്ടാകുന്ന ഭാഗങ്ങളിൽ ഭാരം ഉണ്ടാവുക, അനങ്ങുമ്പോൾ വേദനയും തീന്റെ ചൂട് കൊണ്ടും ശീതകാലം മാറി ഉഷ്ണകാലം ആരംഭിക്കുമ്പോഴും വർദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ബ്രയോണിയയുടെ പരിധി വരുന്നതാണ് മിക്കവാറും. ഒട്ടുമിക്ക രോഗാവസ്ഥകളിലും ഈ മൊഡാലിറ്റീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ബ്രയോണിയ ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു ഔഷധത്തിലേക്ക് ഞാൻ പോവുകയാണ്. ആഴ്സനിക് ആൽബം. ആഴ്സനിക് ആൽബം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വലിയ മെഡിസിനാണ് ആഴ്സനിക് ആൽബം. തീരാദാഹം, സ്വസ്ഥതയില്ലായ്മ, പരിഭ്രമം, നിസ്സാര ആയാസം കൊണ്ട് തളർന്നു പോവുക, അത്യന്ത ക്ഷീണം, നിരാശ, മരിക്കുമെന്നുള്ള ഭയം, നീറ്റല്, ദുർഗന്ധം, ചൂടുകൊണ്ട് ആശ്വാസം, പാതിരാത്രി കഴിഞ്ഞ് രോഗവർദ്ധനം. ഇത്രയും സിംറ്റംസ് ആണ് ബ്രയോണിയ ആഴ്സനിക് ആൽബിനെ കുറിച്ച് നമ്മൾ. നിരാദാഹം, സ്വസ്ഥതയില്ലായ്മ, പരിഭ്രമം, നിസ്സാര ആയാസം കൊണ്ട് തളർന്നു പോവുക, അത്യന്ത ക്ഷീണം, നിരാശ, മരിക്കുമെന്നുള്ള ഭയം, നീറ്റല്, ദുർഗന്ധം, ചൂടുകൊണ്ട് ആശ്വാസം, പാതിരാത്രി കഴിഞ്ഞ് രോഗവർദ്ധനം. ഇത്രയും സിംറ്റംസ് എവിടെ കണ്ടാലും നമുക്ക് ആഴ്സനിക്കിലേക്ക് നമുക്ക് ഏറ്റവും മിക്ക രോഗങ്ങളും ഈ ലക്ഷണങ്ങൾ വെച്ചിട്ട് നമ്മുടെ വരുവാണെങ്കിൽ ഏതെല്ലാം രോഗങ്ങളാണ് നമുക്ക് വിഷജ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ സെപ്റ്റിസ് കണ്ടീഷൻസ്, ടൈഫസ്, അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം വിഷജ്വരങ്ങളുടെ
പരിധി നമുക്ക് കിട്ടാം. അതോടൊപ്പം തന്നെ പകർച്ചവ്യാധികൾ വരും, ജലദോഷം വരുമ്പോൾ, വലിവ് വരുമ്പോൾ, പകല് പക്കവലിവ് എന്ന് പറഞ്ഞാൽ വെളുത്ത പാവ് കറുത്ത പാവിന് ചില കുട്ടികളിലാണ് മിക്കവാറും കാണാറ് വലിവായിട്ട് വരുന്ന ഒത്തിരി ആൾക്കാർ. അങ്ങനെ പക്കവലിവ് വരുമ്പോൾ ഈ മുമ്പ് പറഞ്ഞ 3-4 സിംറ്റം ഉണ്ടെങ്കിൽ പക്കവലിവിനൊക്കെ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈൻ ഇവ സംബന്ധിച്ചുണ്ടാകുന്ന രോഗങ്ങള്, അതോടൊപ്പം തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വ്രണങ്ങൾ ഉണ്ടാവുക, ക്യാൻസർ പോലെയുള്ള രോഗങ്ങള്, നീരിന്, രക്തത്തിൽ വിഷം ബാധിച്ച് ഉണ്ടാകുന്ന പലതരം അസുഖങ്ങൾ, പിന്നെ മദ്യം, പുകയില, ചീഞ്ഞ ഭക്ഷണ സാധനങ്ങൾ മുതലായ ഇടവിട്ടും വർഷം തോറും ഉണ്ടാകുന്ന രോഗം, വിഷവായു വരും. ഞാൻ ആദ്യം പറഞ്ഞ ആ ഖണ്ഡികയിൽ പറഞ്ഞ 5-6 ലക്ഷണങ്ങളെ മാത്രം മനസ്സിലാക്കാം. ഇതെല്ലാം അതിന്റെ ബേസിൽ വരുന്നതാണ്. ഇതെല്ലാം നമുക്ക് ആഴ്സനിക്കിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ നീണ്ടു കിടക്കുന്ന പനികള്, മലമ്പനി നമ്മുടെ ഇവിടെ ഇല്ല ഇപ്പൊ. ശരിക്കും മലമ്പനി കാര്യമായിട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങനെ കാണാറേ ഇല്ല. ടൈഫോയിഡ് മുതലായവ ഉണ്ടാവാം. നമ്മുടെ നാട്ടില് സാധാരണ അല്ലെങ്കിലും മലമ്പനി സാധാരണ അല്ലെന്ന് ഞാൻ പറയുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നൊക്കെ മുമ്പ് എപ്പോഴും അപൂർവമായിട്ടൊക്കെ വരുന്നുണ്ട് നിന്നൊക്കെ വന്നിരുന്ന ആളുകൾ മലമ്പനി വന്നതിന് ശേഷം അവർക്ക് നീണ്ടു കിടക്കുന്ന ഒരു തലവേദന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന, തലവേദനയാണ് കൂടുതൽ പറയാറ്. അങ്ങനെയുള്ള ഈ തലവേദനകൾ ഈ ആഴ്സനിക് ആൽബ് വളരെ ഫലപ്രദമായി. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിന്റെ ഭാഗത്ത് നിന്നും മലമ്പനി അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ മലമ്പനി വന്ന് തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് വന്നതാണ്. അതിനുശേഷം ഉണ്ടാകുന്ന തലവേദന, അതാ ഒരു ഞരമ്പിൽ കൂടെ ഇങ്ങനെ പോകുന്ന ഒരേ ഒരു വേദനയുള്ളൂ. വലിയ മൊഡാലിറ്റീസ് ഒന്നും എനിക്ക് കാണാനില്ല. പക്ഷെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നതാണ്, മലമ്പനി വന്നതാണ്, ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നല്ല റിസൾട്ട് കിട്ടും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ കേരളത്തിലെ പരിധിയിലൊന്നും അത്ര വലിയ കാര്യമായിട്ട് അവിടുന്ന് വരുന്ന ആൾക്കാരിൽ മാത്രം കാണാം. പിന്നെ ഏത് രോഗത്തോടു കൂടി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏത് രോഗത്തോടു കൂടി കഠിന ക്ഷീണം, ശരീരം മെലിഞ്ഞു വിളറി പ്രാകൃതമായി വരിക, റെസ്റ്റ്ലെസ്നെസ്, സ്വസ്ഥതയില്ലായ്മ, ചൂടുകൊണ്ട് ആശ്വാസം എന്നിവ കണ്ടാൽ ഈ ഔഷധത്തെ കുറിച്ച് നല്ലവണ്ണം ചിന്തിക്കാൻ പറ്റും. കാരണം ഒത്തിരി ക്ലിനിക്കൽ കണ്ടീഷനിൽ നമുക്ക് എണ്ണമറ്റ പ്രയോജനങ്ങൾ. പിന്നെയുള്ള ക്ഷയരോഗം സംബന്ധിച്ച് ട്യൂബർകുലോസിസ്, ഗ്ലാൻഡുകളുടെ പഴുപ്പ് സംബന്ധിച്ചും അനന്തമായും ഉണ്ടാകുന്ന രോഗാവസ്ഥകളിൽ ഇത് ഉപയോഗിക്കാം. പിന്നെയുള്ളത് സതതജ്വരം എന്ന് പറയും. സതതജ്വരം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ സങ്കല്പം എന്ന് വെച്ചാല് എല്ലാ സമയത്തും സ്വല്പമായ വിയർപ്പ്, കഠിന ക്ഷീണം, ഇവയാണ് സതതജ്വരം എന്ന് ഉദ്ദേശിക്കുന്നത്. സതതജ്വരം എന്ന് പറയുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ എപ്പോഴും പനിയുണ്ട്, കുറേശ്ശെ പനിയുണ്ട്, വിയർപ്പുണ്ട്, കഠിനമായ ക്ഷീണമുണ്ട്. ഈ കണ്ടീഷൻസ് വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രസവമായിട്ട് കൊടുക്കാൻ പറ്റുന്ന മെഡിസിനാണ് സതതജ്വരം. പിന്നെ ചെങ്കരപ്പൻ എന്ന് പറഞ്ഞ എർത്തിപ്പലസ് തന്നെയാണ്. ചെറിയ ഒരു പോളം ഉണ്ടായി അതിന്റെ ഉള്ളിൽ ഇങ്ങനെ പഴുപ്പ് വരുന്നതാണ്. ഞാൻ നേരത്തെ പല ക്ലാസ്സുകളിൽ അത് വിശദീകരിച്ചു. ആ ഭാഗത്ത് വിളറി ചാര നിറം കാണില്ല. അങ്ങനെ വിളറിയ നിറം, ചാര നിറം വരികയാണ്. ആ അവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആഴ്സാൽബ്. റെഡ്നെസ് ആണ് വരുന്നതെങ്കിൽ അവിടെ ബെൽഡോണയാണ് നമ്മൾ ആ നിറം മാത്രം വെച്ചിട്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് കൊണ്ട്. പിന്നെയുള്ളത് മീസൽസിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ മീസൽസില് രക്തത്തടിപ്പുകളിൽ വരുന്നവരവസ്ഥ, മാലിഗ്നന്റ് മീസൽസ് എന്ന് തന്നെ നമ്മൾ അതിന് ഡയഗ്നോസ് ചെയ്യാം. അങ്ങനെയുള്ള കണ്ടീഷൻ വരികയാണെങ്കിൽ അവിടെ നമുക്ക് കൊടുക്കേണ്ട മെഡിസിൻ, അതായത് മീസൽസിന്റെ കുരുപ്പുകൾ രക്തത്തിന്റെ തടിപ്പ് കാണുന്ന അവസ്ഥ വരികയാണ്. മാലിഗ്നന്റ് മീസൽസ് ആണ് സംഭവിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട കേസ് തന്നെയാണ്. പക്ഷെ നമുക്ക് ആഴ്ചയിൽ തന്നെ എത്തുന്നതാണ് ശ്രദ്ധിക്കാവുന്നത്. പിന്നെ ത്വക്ക് രോഗങ്ങള് വരണ്ട് മൊരിയോട് പോലെയുള്ളതും മാന്തിയാൽ പൊടി പോലെ ഇളകി പോകുന്നതും മായ കുരുപ്പുകളിൽ ചൊറിച്ചിൽ, നീറ്റൽ എന്നിവ ഉണ്ടായിരുന്നാൽ ആഴ്ചയിൽ
അപ്പൊ ത്വക്ക് രോഗങ്ങൾ ഏത് വന്നാലും വരണ്ട് മൊരി പോലെ ഇതും മാന്തിയാല് പൊടി പോലെ ഇളകി പോകുന്നതായ കുരുപ്പുകള്, ചൊറിച്ചില്, നീറ്റില് എന്നിവയോട് കൂടി ഉണ്ടായാൽ ആഴ്സനിക്ക് ഫലപ്രദമാണ്. പിന്നെയുള്ളത് വ്രണങ്ങള്, കുരുപ്പ്, ഗാംഗ്രീന് എന്നിവയിൽ കഠിനമായ നീറ്റലോട് കൂടിയ വേദനയും തളർച്ചയും ഉണ്ടായാൽ ഈ ഔഷധം നോക്കാം. അപ്പൊ വ്രണങ്ങള്, കുരുപ്പുകള്, ഗാംഗ്രീൻ ഇവയെല്ലാം കണ്ടീഷൻസിനും നമുക്ക് ഈ ആശാൽബുമിന് ഒത്തിരി കണ്ടീഷൻ നമുക്ക്. അതുപോലെ തന്നെ വേറൊരു കാര്യം വെച്ചാൽ പ്രമേഹക്കുരു ഡയബറ്റീസിൽ ഉണ്ടായതിനു ശേഷം ഉണ്ടാവും കുരുപ്പുകൾ. ധാരാളം രീതിയിൽ പ്രമേഹക്കുരുവിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചാൽ പിന്നെ വേറെ എന്താ പറയാ മറ്റ് ഔഷധങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ ഔഷധങ്ങൾ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ പൊള്ളൽ കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കഴിഞ്ഞാൽ പൊള്ളിയതുപോലെ കൊമളച്ച് വരുന്ന കുരുവാണ്. പെംബിഗസ് എന്നായിരുന്നു നമ്മൾക്ക് ഡയഗ്നോസ് ചെയ്യാം. പെംബിഗസ് നമ്മുടെ അടുക്ക വരുമ്പോൾ ക്രോട്ടൺ ടെഗ്ലിനോ ഒക്കെ നമ്മുടെ മെഡിസിനിൽ വരുമെങ്കിൽ നമ്മൾ ആഴ്സാൽബിനെ കുറിച്ച് ചിന്തിക്കണം. ക്രോട്ടൺ ടെഗ്ലിനാണ് പ്രധാനമായിട്ട് പെംബിഗസിന് ഉപയോഗിക്കുന്നത്. പക്ഷെ എന്നാലും ആഴ്സാൽബൊക്കെ നമുക്ക് പെംബിഗസിന് ഈ അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പൊള്ളൽ കുരു, അതുപോലെ പ്രമേഹ കുരു എന്നാണ് പറയുന്നത്. ഇവയെല്ലാം തന്നെ ഇതിന് ഉപയോഗിക്കാം. പിന്നെയുള്ളത് വെളുത്ത ലൂക്കോഡെർമ കേസുകൾ. ലൂക്കോഡെർമായ കേസുകളിലും ഈ ആഴ്സാൽബിന് നല്ലോണം ഇതുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, ലൂക്കോഡെർമയ്ക്ക് യാതൊരു വിധ നിറം മാറ്റേ ഉള്ളൂ എന്നാ പറയാം, നിറം മാറ്റം മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ആഴ്സാൽബ് പരിധി വരത്തില്ല. ചില ആളുകൾ പുകച്ചില്, ചുവപ്പ് നിറം എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അങ്ങനെ ചുവപ്പ് നിറം കലർന്നിട്ട് ചൊറിച്ചിലോട് കൂടി വന്നെങ്കിൽ മാത്രമേ ലൂക്കോഡെർമ കേസുകളിൽ ആഴ്സനിക് ആൽബിന് പ്രാധാന്യം ഉണ്ടാവും. പിന്നെ ദുർഗന്ധമായ ഒലിപ്പ്, നീറ്റല് എന്നിവ ഉണ്ടായിട്ട് ഏതെങ്കിലും ദിക്കില് വ്രണങ്ങളോ ഒക്കെ വന്നായി കഴിഞ്ഞാലും അവിടെയും ആഴ്സനിക് ആൽബ് പരിധി വരുത്താം. പിന്നെ സ്റ്റൊമക്കിന്റെ ഉള്ളിൽ മ്യൂക്കസ് മെമ്പറൈൻ പഴുക്കുക, അതായത് അങ്ങനെയുള്ള അവസ്ഥ. സ്റ്റൊമക്കിന്റെ ഉള്ളിലുള്ള മ്യൂക്കസ് മെമ്പറൈൻ പഴുക്കുക, വയറിളക്കം, ഡിസെൻട്രി, സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന നീറ്റിലോട് കൂടിയ ക്യാൻസർ രോഗം, ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഛർദ്ദിച്ചു പോവുക, എൻലാർജ്മെന്റ് ഓഫ് ദി ലിവർ, കരൾ വീക്കം, എൻലാർജ്മെന്റ് ഓഫ് സ്പ്ലീൻ, പ്ലീഹ വീക്കം, ഹൃദയം, കിഡ്നി, ലിവർ ഇവയുടെ കേട് നിമിത്തം ശരീരത്തിൽ ആസകലം ഉണ്ടാകുന്ന നീർക്കോളില് ദാഹം, സംഭ്രമം, ശ്വാസം മുട്ടൽ ഇവ പ്രധാന ലക്ഷണമായി. അപ്പം ശരിക്കും പറഞ്ഞാൽ ശരീരം മൊത്തം ഉണ്ടാകുന്ന കരൾ സംബന്ധമായിട്ടോ ലിവർ സംബന്ധമായിട്ടോ ഹൃദയ സംബന്ധമായിട്ടോ കിഡ്നി സംബന്ധമായിട്ടുള്ള ശരീരം മൊത്തം ഉണ്ടാകുന്ന നീർക്കോളിന് ദാഹം, സംഭ്രമം, ശ്വാസം മുട്ടൽ ഉണ്ടായെങ്കിൽ അവിടെ നമ്മൾ ആഴ്സനിക് ആൽബ് ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. പിന്നെ കിഡ്നിയിൽ ഉണ്ടാകുന്ന നീർക്കോള്, ബ്രൈറ്റ് ഡിസീസില് അതിന്റെ ബ്രൈറ്റ് ഡിസീസ് ഉണ്ടായി ആൽബുമിൻ ഉണ്ടായി കാണുന്ന അവസ്ഥ. ആൽബുമിൻ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാബ് ടെസ്റ്റിലേക്കൊക്കെ പോകുന്നതിന് മുമ്പാണെങ്കിൽ മൂത്രം പറഞ്ഞു പോവുക എന്നുള്ള അവസ്ഥ കണ്ട് തന്നെ ആൽബുമിൻ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അങ്ങനെയുള്ള അവസ്ഥ വരും ആഴ്സനിക് ആൽബ് ചിന്തിക്കാൻ പറ്റും. പിന്നെയുള്ളത് പാതിരാത്രി കഴിഞ്ഞ് വർദ്ധിക്കുന്നതായ ശ്വാസം മുട്ടല്, സംഭ്രമം എന്നിവയോട് കൂടി പാതിരാത്രി കഴിഞ്ഞ് വർദ്ധിക്കുന്ന ശ്വാസം മുട്ടല്, സംഭ്രമം എന്നിവയോട് കൂടി ഉണ്ടാകുന്ന ആൻജൈന പെക്ടോറിസ്. ആൻജൈന പെക്ടോറിസ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഭാഗത്ത് കഠിനമായ വേദന, പക്ഷെ മസിലുകൾക്കോ ഹൃദയത്തിനോ ഒന്നും കാര്യമായ തകരാറുകളൊന്നും ഉണ്ടാവാതെ ഉണ്ടാകുന്ന വേദന അവസ്ഥയാണ് ആൻജൈന പെക്ടോറിസ് എന്ന് പറയുന്നത്. ആ കണ്ടീഷനിലും നമുക്ക് ആഴ്സാൽബ് ഉപയോഗിക്കാം. പിന്നെ ചെങ്കണ്ണ് എന്ന് പറയുന്ന വെള്ളമിഴിയില് പിന്നെ ഉണ്ടാകുന്ന നീർക്കെട്ടാണ്, അല്ലെങ്കിൽ ചുവപ്പ് നിറമാണ് ചെങ്കണ്ണ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ചെങ്കണ്ണ്, അതുപോലെ ജലദോഷം, ഇൻഫ്ലുവൻസ, വായ, കവിള്, നാക്ക്, യൂട്രസ്, മാമറി ഗ്ലാൻഡ് എന്നിവ ചെറിയ തടിപ്പുകളോടുകൂടിയ കുമിളക്കുരുപ്പ്, ഇതിന് വിദ്രുതി എന്നാ പറയാ. ശരിക്കും മലയാളത്തിൽ പറയുന്നത് വിദ്രുതി. ചെറിയ കുമിളക്കുരുപ്പാണെന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ മതി. അങ്ങനെയുള്ള കണ്ടീഷൻ ഇതെല്ലാം ഈ ആഴ്സനിക് ആൽബ് ഈ ഞാൻ ആദ്യം പറഞ്ഞ 3-4 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ലക്ഷണങ്ങൾ വെച്ച് നമുക്ക് ചികിത്സിക്കാവുന്നതാണ്.
പിന്നെ കൃത്യസമയത്ത് ഇടയിട്ടുണ്ടാവുന്ന തലവേദന, ഞരമ്പ് വേദന, ഒരു കൃത്യസമയത്ത് ഇടയിട്ടുണ്ടാവുന്ന തലവേദന, ഞരമ്പ് വേദന, അതുപോലെ വിഷവസ്തുക്കൾ ഭക്ഷിച്ചതിനാൽ ഉണ്ടാവുന്ന രോഗങ്ങൾ, ഇവയെല്ലാം ആഴ്സനിക് ആൽബിന്റെ പരിധിയിൽ വരും. പിന്നെയുള്ളത് കിതപ്പോട് കൂടി ഉണ്ടാകുന്ന വിളർച്ച ഉണ്ടാകുന്ന, അതായത് പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്നത് കുറച്ചുകൂടെ തീവ്രമായ അനീമിയ നമുക്ക് ആഴ്സനിക് ആൽബ് ചിന്തിക്കാവുന്നതാണ്. പിന്നെ ത്വക്ക് രോഗങ്ങൾ ഉള്ളിൽ അടങ്ങിയതിനാൽ ഉണ്ടാകുന്ന പഴകിയതും ഭൗതികമായ സുഖക്കേടുകളെല്ലാം ആഴ്സനിക്ക് മുമ്പ് പറഞ്ഞ ബ്രയോണിയ പോലെ തന്നെ ആഴ്സനിക്കിന്റെ പരിധിയിൽ വരും. ആ സിംറ്റംസ് നമ്മൾ അങ്ങോട്ട് മാറ്റേണ്ടി വരും. പിന്നെ രാവിലെ 11 മണി മുതൽ ഉച്ച തിരിഞ്ഞ് 3 മണി വരെ, അതൊരു കാര്യമാണ്. രാവിലെ 11 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ ഓക്കാനും, കുടിച്ചാൽ ഉടനെ ഛർദ്ദിക്കുകയും, എന്ത് കഴിച്ചാലും ഉടനെ ഛർദ്ദിക്കുകയും, ഛർദ്ദിച്ച് ഭക്ഷണം തീർന്ന ശേഷം കൊഴുത്ത വെള്ളവും കഫവും ചീഞ്ഞ വെള്ളവും ഒക്കെ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് ത്വക്ക് രോഗങ്ങൾ, അല്ല ഈ 11 മണി 3 മണി എന്നുള്ള ടൈം മൊഡാലിറ്റി ആണുള്ളത്. ഛർദ്ദി ഉണ്ടാകുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. ആ സമയം കഴിഞ്ഞാൽ പിന്നെ അവർ ഛർദ്ദിക്കാറുണ്ട്. ആ കണ്ടീഷനിൽ നമ്മൾ ആ ടൈം മൊഡാലിറ്റി വെച്ച് തന്നെ ഈ ഛർദ്ദിക്ക് ആഴ്സനിക് ആൽബ് വലപ്പെടും. പിന്നെയുള്ളത് വയറിന്റെ ഭാഗത്ത് അനങ്ങുകയോ തൊടുകയോ ചെയ്യുമ്പോൾ വേദന വരികയും, വയറെച്ചിലും ഛർദ്ദി കഴിഞ്ഞാലും ആശ്വാസം ഉണ്ടാകുന്നില്ല. വയറെരിച്ചിലുണ്ട്, പക്ഷെ അത് ഛർദ്ദിച്ചാലും ആശ്വാസം കിട്ടുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ആഴ്സനിക് പ്രത്യേകതയാണ്. പിന്നെയുള്ളത് സാധാരണ ആഴ്സനിക്കിന് പറയുന്ന എല്ലാ സിംറ്റംസും മരിച്ചു പോകുന്നുള്ള ഭയം, കഠിന ദാഹം, തളർച്ച, ആമാശയവും തൊണ്ടയും തൊലി പോയി വെന്ത് നീർന്നു തോന്നുക, ഭക്ഷണം കഴിച്ചാൽ ആമാശയത്തിൽ വേദന, ചുമക്കൽ വ്രണത്തോടു കൂടി ഉണ്ടാകുന്ന ഛർദി, ഗാസ്ട്രോ എൻട്രൈറ്റിസ്, ഇരുണ്ട നിറത്തിൽ വെള്ളം പോലെ കുറേശ്ശെ ആയി അത് ഉള്ള അതിസാരം, ചിലപ്പോൾ അതിൽ കഫവും രക്തവും ഉണ്ടായിരിക്കുക, ഇതെല്ലാം ആഴ്സനിക്കിന്റെ പരിധി വരും. അങ്ങനെ ആഴ്സനിക്ക ഒത്തിരി നമുക്ക് അങ്ങ് മലദ്വാരത്തിൽ നീറ്റല്, മലം പിന്നെ പറ്റുന്ന ഭാഗം തൊലി പോയി വ്രണം അല്ലെങ്കിൽ തൊലി പോയി അവിടെ നീറ്റൽ കൂടുതലായിട്ട് വരിക, അതായത് മലദ്വാരത്തിന് ചുറ്റും മലം പാകുന്ന പറ്റി തൊലി പോകുന്ന ഒരവസ്ഥ. അതായത് മലത്തിന് അസിഡിറ്റി കൂടുതലാണെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ ആ ഒരു അവസ്ഥയിൽ പിന്നെ പുരുഷലിംഗത്തിൽ ഉണ്ടാകുന്ന പോളക്കുരുപ്പുകളും പിന്നെ അത് ഉണ്ടായി കഴിയുമ്പം അവിടെ ചുവന്ന് വീർത്ത് കൃഷ്ണങ്ങളിൽ ഉണ്ടാകുന്ന വേദനകൾ, അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് ഇത്. പിന്നെ വജനയിൽ നിന്ന് പെട്ടെന്ന് എപ്പോഴും ഇരുണ്ട രക്തം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, ഇരുണ്ട രക്തം വജനയിൽ നിന്ന് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് ആഴ്സാൽ. പിന്നെ യൂട്രസിൽ തുടരെ ഉണ്ടാകുന്ന രക്തവാർത്തകളും പിന്നെ അതിന് നമുക്ക് ആഴ്സാൽ ഉപയോഗിക്കാം. പിന്നെ മഞ്ഞ നിറത്തിൽ കട്ടിയുള്ളതും തൊടുന്ന ഭാഗങ്ങളിലെല്ലാം തൊലി പോകുന്നതുമായ ദുർഗന്ധമുള്ള ലൂക്കോറിയ, അതിനും ആഴ്സനിക് ആൽബിന്റെ പരിധി. യൂട്രസിനെ സംബന്ധിച്ചോളം ഉൾഭാഗത്ത് തരിക്കുരുപ്പുകൾ ഉണ്ടാകുന്ന അവസ്ഥ, അതായത് ഗ്രാനുലേഷൻ ഇൻസൈഡ് ദി യൂട്രസ്, ഡയഗ്നോസിങ് ഒക്കെ ഡയഗ്നോസിങ് ഒക്കെ ചെയ്ത ആൾക്കാർ വരാറുണ്ട്. അങ്ങനെ വരുമ്പോഴും നമുക്ക് ആഴ്സാൽബിന്റെ പരിധിയാണ്. പിന്നെയുള്ള യൂട്രസിൽ പോയിരിക്കുന്ന മ്യൂക്കസ് മെമ്പറൈനിൽ പഴുപ്പ് ബാധിക്കുകയും ഗർഭപാത്രത്തിൽ പോളിപ്പ് ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥ വരുമ്പോൾ ആ അവസ്ഥയിലും ആഴ്സനിക് ആൽബ് നമ്മൾ ചിന്തിക്കും. പിന്നെ ബ്രോങ്കൈറ്റിസിൽ പരിഭ്രമം, ശ്വാസം മുട്ട, കിതപ്പ്, ഇതെല്ലാം ആഴ്സനിക് ആൽബ്. ആദ്യം ഞാൻ പറഞ്ഞ ഒരു 3-4 ലക്ഷണങ്ങൾ വേർതിരിച്ചെടുക്കാൻ നമുക്ക് പേഷ്യൻസിൽ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നമുക്ക് ആഴ്സനിക് ആൽബ് നല്ല. ഇപ്പൊ 3 പോളിക്രഷ് റെമഡീസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ഏതാനും നിമിഷങ്ങൾ മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഞാൻ 2-3 റയർ റെമഡീസ് കൂടെ പറഞ്ഞു തന്നെ ഞാനിത് അവസാനിപ്പിക്കാം. ആദ്യമായിട്ട് ഇനി റയർ റെമഡീസിലേക്ക് പോകുന്ന ഇത് 3 പോളിക്രഷ് റെമഡിയിൽ നിന്ന് എന്നെ കേട്ട എല്ലാ ആൾക്കാർക്കും അറിയാം. പിന്നെ ഞാനൊരു വെറുതെ ഒരു ഇൻട്രസ്റ്റിന് വേണ്ടി അങ്ങ് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തതാണ്. വീണ്ടും വയല ഓഡോറേറ്റ. വയല ഓഡോറേറ്റ എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാന ഉപയോഗം ഗർഭസമയത്ത് ഉണ്ടാകുന്ന ശ്വാസവിമ്പിഷ്ടം. ഗർഭസമയത്ത് ചില ആളുകളുടെ ശ്വാസവിമ്പിഷ്ടം ഉണ്ടാവാറുണ്ട്. ഇതിന് ഏറ്റവും പ്രധാന ഔഷധമാണ് വയല
പിന്നെ കേൾവിക്കുറവ്, ചെവി പഴുത്ത് ഒലിക്കുക, ചെവിക്കുള്ളിൽ ഇരപ്പ് മുതലായവ ഉണ്ടായ കണ്ടാൽ വയലോ ഓടാറ്. ശരീരത്തിന്റെ മേലെ പകുതിയിലെ വലത്തു ഭാഗത്തുണ്ടാകുന്ന വാതരോഗം, ശരീരത്തിന്റെ മേലെ പകുതിയിൽ വലത്തു ഭാഗത്തുണ്ടാകുന്ന വാതരോഗം വയല ഓഡോറയുടെ സിംപ്റ്റത്തിൽ വരുന്നതാണ്. പിന്നെയുള്ളത് പാമ്പ് കടി, കടന്നലിന്റെ കുത്ത്, ഇവയുടെ പുറമേയും ഉള്ളിലൂടെ വരുന്നത്. പാമ്പ് കടിച്ച് വരിക, നമ്മുടെ അടുക്കലൊക്കെ വരിക കഴിഞ്ഞാൽ പാമ്പ് കടിച്ച് വന്നു കഴിഞ്ഞാൽ അടുത്ത ഹോസ്പിറ്റലിൽ പോകുന്നുള്ള ടൈം വരെയൊക്കെയാണ് നമ്മൾ പിടിച്ചു വയ്ക്കുക. അതിപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കാറില്ലെങ്കിൽ പോലും ചില ആൾക്കാരൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ പാമ്പ് കടി, കടന്നലിന്റെ കുത്തൊക്കെ നമ്മുടെ അടുക്കൽ സാധാരണ വരുന്നതാണ്. ഈ അവസ്ഥയിലും വയല ഓഡോറിക്ക. പിന്നെ യൂട്രസിൽ ഉണ്ടാകുന്ന പോളിപ്പ്, നമ്മൾ ആഴ്ചാൽപ്പ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു. പക്ഷെ അത് മാത്രമല്ല, ഒത്തിരി ഔഷധങ്ങൾ ഈ പോളിപ്പിൽ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ യൂട്രസിലെ പോളിപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് വയല. പിന്നെ കണ്ണിന്റെ മുമ്പില് കരിമരുന്ന് പ്രയോഗം പോലെ പലതരം കാഴ്ചകൾ കാണുന്ന ഒരവസ്ഥ, അതിന് നമ്മൾ വയല ഓഡോറിക്ക. പല കാഴ്ചകൾ, കരിമരുന്ന് പ്രയോഗം എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന പലതരം കാഴ്ചകൾ കാണുവാണ്. ആ അവസ്ഥയ്ക്ക് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് വയല ഓഡോറിക്ക. പിന്നെ വലത്ത് കൈയുടെ റിസ്റ്റിലും ജോയിന്റിലും കൈപ്പത്തിയുടെ ഉള്ളിലും ഉണ്ടാകുന്ന അമർത്തുന്നത് പോലെയുള്ള വേദന, വലത്ത് കൈയുടെ റിസ്റ്റിലും ജോയിന്റിലും കൈപ്പത്തിയുടെ ഉള്ളിലും ഉണ്ടാകുന്ന അമർത്തുന്നത് പോലെയുള്ള വേദനയ്ക്ക് വയല ഓഡോറേറ്റ ഫലപ്രദം. പിന്നെ ഈ വയല ഓഡോറേറ്റയുടെ ഒരു വേറൊരു ഉണ്ടെന്ന് പറഞ്ഞാൽ ദുർഗന്ധത്തോടു കൂടി പാൽ നിറത്തിലുള്ള മൂത്രം പോകും. ദുർഗന്ധത്തോടു കൂടി പാൽ നിറത്തില് മൂത്രം പോയി കഴിഞ്ഞാൽ ഉള്ളത് അടുത്തൊരു മെഡിസിൻ എന്ന് പറയുന്നത് ഹെലോണിയസ് ആണ്. ഹെലോണിയസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. യൂട്രസിലുള്ള ടോണിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അരക്കെട്ടിലും ശേഖരത്തിലും താഴോട്ട് വലിച്ചിലും ഭാരവും ക്ഷീണവും പ്രധാനമായിട്ടുണ്ടാവും. യൂട്രസിലെ ക്ഷീണ നിമിത്തം ആ അവയവത്തിന് സ്ഥാനഭ്രംശം, അതായത് യൂട്രൈൻ പ്രൊലാപ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ. അത് വഴി പുറത്തേക്ക് ഇറങ്ങി അവസ്ഥയുണ്ടാകുന്നു. മെൻസസിന് തടസ്സം ഉണ്ടാകുന്നതായിട്ടും. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് മെൻസസിന് തടസ്സം ഉണ്ടാകുന്നു. ഈ തിരിയും, അതായത് രോഗത്തെ കൊണ്ട് ആ രോഗത്തിന് ആശ്വാസം ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് വച്ച് മാത്രം നമുക്ക് ഈ യൂട്രൈൻ കംപ്ലൈൻസിലൊക്കെ തന്നെ ഹെലോണിയസ് യൂട്രസിന്റെ ടോണിക്കാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ യൂട്രസിന്റെ വജൈനയുടെ മുഖത്തുണ്ടാകുന്ന ശക്തമായ ചൊറിച്ചിൽ, പലപ്പോഴും ഇതിനു മുമ്പൊക്കെ ഞാൻ പ്യൂറൈറ്റീസ് ഓഫ് വൾവ പല കേസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഹെലോണിയസും അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതിനു മുമ്പൊക്കെ 1-2 മെഡിസിൻസ് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് പിന്നെ എപ്പോഴും എന്ന് പറയുന്ന ഒരു ആന്തര അവയവം ഉണ്ടെന്നുള്ളൊരു തോന്നൽ പലപ്പോഴും നമുക്കറിയാം. നമ്മുടെ പല അവയവം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ രോഗമായിട്ട് പേരാണ് ഈ ഹെലോണിയസിന്റെ ഉപയോഗം. പിന്നെ അടുത്തടുത്ത് ധാരാളം ഉണ്ടാകുന്ന മെൻസസ്, മെനപ്പോസ് കാലഘട്ടത്തിൽ സ്ത്രീകൾ ഉണ്ടാകുന്ന കഠിനമായ ക്ഷീണം, ഇവയ്ക്കെല്ലാം ഹെലോണിയസ് ഫലപ്രദമാണ്. ജിഞ്ചർ 3x ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത സമയം തീർന്നു പോയതുകൊണ്ട് 7 മിനിറ്റേ ഉള്ളൂ. ഇനി അടുത്തത് വേറെ തീർച്ചയായും ഞാൻ പറഞ്ഞ ഭാഗത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിന് വേണ്ടി നമുക്ക് താങ്ക് യു. ഹലോ സാറേ നന്ദി. സാറിന്റെ ക്ലാസ് എന്തായാലും നമുക്ക് ലാസ്റ്റ് കേട്ടില്ല. സാറിന് കേക്കാവോ? കേക്കാം. സാറിന്റെ ഇടയ്ക്ക് റേഞ്ച് പോകണ്ടെന്ന് തോന്നുന്നു കുറേശ്ശേ.
അതെ, ഇന്ന് ഇനിയിപ്പം നമുക്ക് സമയം ഇനിയിപ്പോ ഒരു കിട്ടുന്നുണ്ട് മെഡിസിൻ പറഞ്ഞു. സാറിന് മൊത്തം പറയാനുള്ള സമയവും കിട്ടൂല. ഞാനത് അപ്പൊ അതുകൊണ്ട് പറഞ്ഞായിരുന്നല്ലോ, എന്റെ ആദ്യം തന്നെ ഞാൻ ജാമ്യം എടുത്താണ്. ഓക്കെ ഓക്കെ, അത് മനസ്സിലായി സാറേ. അപ്പൊ എന്തായാലും ഈ നമുക്ക് സുപരിചിതമായ മെഡിസിൻ ബെൽഡോണ, അഴ്സാൽബ് പിന്നെ ഒക്കെയാണ് പറഞ്ഞെങ്കിൽ പോലും നമുക്കത് നമ്മളതില് നമ്മൾ പോയി ചിന്തിക്കാത്ത കഴിഞ്ഞു. നമ്മൾ ചിന്തിക്കാത്ത എന്താണ് ഇല്ല അല്ല, സിംറ്റംസ് സാർ പറഞ്ഞു. എന്തായാലും നമുക്ക് അറിയാമെങ്കിലും അത് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം, ഓർമ്മയിൽ എടുക്കാൻ പറ്റി. എന്തായാലും വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. പിന്നെ പിന്നെ എന്താണ് വയോള ഓഡറേറ്റയെ കുറിച്ചും ആ, ഹെലോണിയസിനെ കുറിച്ചും എല്ലാം സാറ് പറഞ്ഞത് വളരെ നന്നായി. നമുക്ക് ഒന്നുകൂടെ ഒന്ന് റീവൈൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ ഇനി സാർ പറഞ്ഞത് സാറിന് എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. അപ്പൊ ഇനി ബാക്കി റെയർ മെഡിസിനും പോളിക്രസ്റ്റ് റെമഡിയൊക്കെ നമുക്ക് ഒന്നും കൂടി എത്ര കേട്ടാലും നമുക്ക് മനസ്സിൽ നിന്ന് ഈ പറഞ്ഞ പോലെ മറന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇത് കേട്ടോണ്ടിരിക്കുന്നത് എന്തായാലും നന്നായിരിക്കും. സാറ് നല്ലതുപോലെ പറഞ്ഞു. അപ്പൊ ഇനി സാറ് പറഞ്ഞത് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സാറ് റേഞ്ച് പോയി ഔട്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. ഔട്ടായിപ്പോയി. അല്ല, ഉണ്ട്, പക്ഷെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് പോയതാണെന്ന് തോന്നുന്നു. കാണുന്നില്ല. സാറിനോട് എന്തെങ്കിലും ചോദിക്കാൻ അതുകൊണ്ട് പറ്റുന്നുമില്ല. എന്തായാലും സാർ വരുമെന്ന് നോക്കാം. സാർ വരുമ്പോഴേക്കും സാറിനൊരു നന്ദി പറയാൻ മറിയാമ്മ ഡോക്ടർ ഉണ്ട്, ലതാ ജോൺ ഡോക്ടർ ഉണ്ട്. ആരാ? മറിയാമ്മ ഡോക്ടറെ, ആയിക്കോട്ടെ. സാറിനൊരു നന്ദി പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സാറിന്റെ മുഖം കാണുന്നില്ല, റേഞ്ച് ഇല്ലാത്തോണ്ട്. വന്നല്ലോ. റേഞ്ച് വളരെ കുറവാണ്. സാരമില്ല, അല്ല, കുഴപ്പമില്ല. ഞാൻ എനിക്ക് ആദ്യം തന്നെ പറഞ്ഞ ഇന്ന് റേഞ്ച് വളരെ അത് ഇപ്പൊ എല്ലായിടും അങ്ങനെയൊക്കെ തന്നെ സാറേ. മഴക്കോളും ഇവിടെ മഴയും പിന്നെ കാറ്റും ഒക്കെ ഉള്ള പ്രശ്നമുണ്ട് സാറിന്റെ. റേഞ്ച് ഇല്ല, ഒട്ടുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. കൂടുതൽ ഭാഗവും എല്ലാരും നന്നായി സാരമില്ല, കേട്ടു. കുഴപ്പമില്ല. അതാ ഹെലോണീസിലെ ആ വജൈനൽ ഇച്ചിങ് കഴിഞ്ഞുള്ള ആ സെന്റൻസ് ഒന്നും കിട്ടിയില്ല സാറേ. അന്നേരം കേട്ടില്ലായിരുന്നു. എപ്പോഴും അതെ, സാർ അടച്ച് ഒരു മിനിറ്റ്. ഹെലോണിയസിന്റെ ഏതായിരുന്നു കേൾക്കാത്ത? വജൈനൽ ഇച്ചിങ് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞ ഭാഗം വജൈന എപ്പോഴും ഈ വഴി പുറത്തേക്ക് ഇറങ്ങി പോകുന്നതായിട്ട് കാണാം. മെൻസസിന് തടസ്സം ഉണ്ടാകുന്നതായി കാണും. തത്ത മറ്റേതെങ്കിലും സംഗതികളിൽ മുഴുകിയിരിക്കുമ്പോൾ രോഗങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നതായി തോന്നും. പിന്നെ അതാ ജോലി മുഖത്തുണ്ടാകുന്ന ശക്തമായ ചൊറിച്ചിൽ, ഗർഭപാത്രം എന്ന ഒരു ആന്തര അവയവം ഉണ്ടെന്നുള്ള തോന്നൽ, അസുഖത്തിനെ കുറിച്ച് ഇതൊക്കെ ചിന്തിക്കുമ്പോ അസുഖം കൂടും. ഹെലോണിയസിന് ഞാൻ പറഞ്ഞു. അതെ, ഇപ്പൊ സാറേ, എനിക്കൊരു സംശയം ഉള്ളതേ, ഇപ്പൊ സാറ് ഇപ്പൊ നമ്മള് ഇപ്പൊ അക്യൂട്ട് കേസിനൊക്കെ ഇപ്പൊ സാറ് എങ്ങനെ ഒരാഴ്ചത്തേക്ക് എങ്ങനെ 1 gram pills അതേ അങ്ങനെ 30 ആണ് സാധാരണ രീതിയില് ഞാൻ അക്യൂട്ട് വളരെ വെരി അക്യൂട്ട് കേസ്, അതായത് പനിയൊക്കെ ആണെങ്കിൽ 5 ദിവസത്തേക്ക് മതി. 5 ദിവസത്തേക്ക്. അതല്ല, ഏകദേശം അതെ, 1 gram pill അതല്ല, ആയിരിക്കുമല്ലോ അപ്പോൾ. 1 gram pills കൂടുതൽ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. 1 gram pills പിന്നെ സാറേ, 1 gram പിൽസിലാണെങ്കിൽ സാർ എത്ര ഡ്രോപ്പ് ഒഴിക്കും സാധാരണ? ഞാനൊരു 4 ഡ്രോപ്സ് 5 ഡ്രോപ്സ് വരെ 1 gram പില്ല് 4 ഡ്രോപ്സ് വരെ ഞാൻ ധാരാളം. പണ്ട് ഹനുമാനൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മൾ ഒഴിച്ചതിന് ശേഷം ബ്ലോട്ടിംഗ് പേപ്പറിൽ ഇട്ടിട്ട് ഉണക്കിയിട്ടൊക്കെ കൊടുക്കണമെന്നൊക്കെ പറയും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. 3-4 ഡ്രോപ്സ് ഒക്കെ ഒഴിച്ച് സാധാരണ രീതിയിൽ നല്ലോണം തന്നെ മെഡിസിൻ മെഡിക്കേറ്റ് ചെയ്യും. വലിയ കുഴപ്പമൊന്നുമായിട്ട് തോന്നി. ഞാൻ എല്ലാ കേസുകളിലും ഞാൻ ഉപയോഗിക്കുന്ന ആരംഭിക്കുന്ന 30 കൊണ്ട്. അതിനുശേഷം അതിന്റെ 30 ഞാൻ ഉപയോഗിക്കാനുള്ള കാരണം പഴയ ഞാൻ മുമ്പ് പല ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ പറയട്ടെ, 30ക്ക് ഒരിക്കലും മെഡിസിനിൽ അക്യുമിലേഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് റിപ്പീറ്റഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരിക്കലും ഇന്ന് വരെ എനിക്കൊരു കേസ് പോലും അഗ്രിവേറ്റ് ചെയ്തു വന്നു. കാരണം അത് റിപ്പീറ്റ് ചെയ്ത് 30 പൊട്ടൻസ് ഉപയോഗിക്കും.
ഹൈ ടെമ്പറേച്ചർ ഒക്കെ മറിച്ച് ആണെങ്കിലോ ഹൈ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ ഒക്കെ ആണെങ്കിലോ എന്നാലും ഹൈ ഞാൻ തിരട്ടി തന്നെ കൊടുക്കണം. തിരട്ടി കൊടുക്കും, അത് അടുപ്പിച്ച് കൊടുക്കും. ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ ചിലപ്പോൾ അരമണിക്കൂറൊക്കെ ഒരു 3-4 പ്രാവശ്യം കൊടുത്തതിന് ശേഷം കുറഞ്ഞു കഴിയുമ്പോൾ മാറിക്കൊള്ളാൻ പറ്റും. ഒറ്റ മെഡിസിനെ കൊടുക്കുള്ളൂ. പിന്നെ ഞാൻ പറയുവാണെങ്കിൽ ഒരു മെഡിസിൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒന്നിലധികം മെഡിസിൻ ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ സാധാരണ രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1-2 മെഡിസിനിൽ കൂടുതലും നമുക്ക് ആവശ്യം വരത്തില്ല. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ എല്ലാ സിംറ്റവും ക്ലിയർ ആണ് മിക്കവാറും പേഷ്യൻസ് വരും. പിന്നെ ഉള്ളത് ഏറ്റവും വലിയ പ്രധാനം അതല്ല, എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴൊക്കെ കുറഞ്ഞു പോയെങ്കിലും ഫാമിലിയാണ്. ഫാമിലി നമുക്ക് ആദ്യം ഒരു 3-4 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഫാമിലി നമ്മുടെ അടുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഔഷധങ്ങളിലേക്ക് വലിയ കാര്യമായിട്ട് കയറി പോകേണ്ട കാര്യം. പക്ഷെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ കൊടുത്തതിന് ശേഷം മാറുന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് പിന്നെ അവർ ഒന്നും പറയത്തില്ല. ചിലപ്പോ അതിയായി പോയാൽ പോലും നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് വലിയ വിഷയമാണ്. പക്ഷെ എന്നാൽ പോലും ഫാമിലിയിൽ നമ്മളൊരു 3-4 പ്രാവശ്യം കഴിഞ്ഞപ്പോ ഒരു കൊച്ചിനെ കൊണ്ട് നമ്മുടെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ 4 പ്രാവശ്യം നമ്മൾ ആ കുട്ടിയെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കുട്ടിക്ക് മിക്കവാറും ഒക്കെ നമ്മൾ ആ കൊടുത്ത മെഡിസിൻ മാറി മാറി കൊടുക്കാം. ആദ്യത്തെ 1-2 പ്രാവശ്യം മാത്രമേ നമുക്ക് റിസ്ക് ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും തെരപ്പി ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ സിംഗിൾ മെഡിസിൻ ആണെന്നും അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഈ ചില ഇതുണ്ടല്ലോ, ഒരു മെഡിസിൻ കൊടുത്തതിന് കുറെ കാലത്തേക്ക് മരുന്ന് കൊടുക്കുക, അങ്ങനെയുള്ള രീതി ഒന്നും എനിക്കില്ല. ഞാൻ ഔഷധം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ സാറേ, അപ്പൊ നമ്മുടെ സമയം ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി സാറേ. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി വേറെ ആരും ഹാൻഡ് റൈസ് ചെയ്തില്ല, അതുകൊണ്ട് അതുമെല്ലാം സമയമില്ല. നമുക്ക് ഇനി സാറിന്റെ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് സംശയങ്ങളൊക്കെ ഇനിയും നമുക്ക് ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും എഴുതി വെക്കുക. സാർ തീർച്ചയായിട്ടും ഇനിയും ബാക്കി മെഡിസിൻ എടുക്കുവാനായി വരും. സാറിന് ഇന്ന് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ മറിയാമ്മ ജോണിനെ ക്ഷണിക്കും. നന്ദി ശൈല ഡോക്ടർ. പതിവ് പോലെ വളരെ വിജ്ഞാനപ്രദമായ ഒരു ക്ലാസ്സാണ് ഇന്നും സാറ് നമുക്ക് തന്നത്. ഇത്രയും നല്ല ക്ലാസ് തന്ന് നമ്മളെ ഇത്രയും അറിവിലേക്ക് കൊണ്ടുവരുന്ന ഗുരുതുല്യനായ ഡോക്ടർ PKK നമ്പൂതിരി സാറിന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. സാർ വീണ്ടും ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് വരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. അതുപോലെ തന്നെ ഇതിന്റെ മോഡറേറ്ററായ ശൈല ഡോക്ടർക്കും നന്ദി അറിയിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും സമയം വെയിറ്റ് ചെയ്ത് ക്ലാസ് കേൾക്കുകയും അവസാന ഭാഗം സാറിന് നന്ദി പറയാനായി എത്തുകയും ചെയ്ത മറിയാമ്മ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.